ഇന്ന് ഞാനും മനയും കൂടിയിട്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിലും കൊട്ടേക്കാട്ടേക്ക് പള്ളിയിലേക്കൊക്കെ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഇതേ കാലത്ത് തന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ ഇറങ്ങി. കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ കൊട്ടേക്കാട്ടേക്കുള്ള ബസ് കിട്ടിയത്. അപ്പോൾ അനയ അവിടെ നിന്നിട്ട് ഹായൊക്കെ പറയണതാണ്. ഞങ്ങൾ കുറേ നേരം നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ് ഇട്ടത്. ഞങ്ങൾ ബസ്സൊക്കെ കയറി കൊട്ടേക്കാട് എത്തി. ഇതാണ് പ്രസിദ്ധമായ കൊട്ടേക്കാട് കപ്പേള. കേരളത്തിലെ ചുരുക്കം ചില ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ മാത്രമാണ് ആനപ്പെരുന്നാളുള്ളത്. അങ്ങനെയുള്ളതിൽ വളരെ പ്രസിദ്ധമായ ഒരു കപ്പേളയാണ് കേട്ടോ. ഇവിടെയാണ് പെരുന്നാൾ നടക്കുന്നത്. എന്താ പറയുക, ഈ ലോകത്തിലെ എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും കിട്ടാത്തൊരു സമാധാനമാണ് എനിക്കിവിടെ ചെല്ലുമ്പോൾ കിട്ടുക. എൻ്റെ എല്ലാ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഇവിടെ വന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഇവിടെ വന്ന് പരിശുദ്ധ ഫാത്തിമ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം നേരെയാവും എന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാണ് കൊട്ടേക്കാട് പുതുക്കി പണിത പള്ളിയും കപ്പേളയുടെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വരിക. പിന്നെ ഇത് പള്ളിയുടെ ഉള്ളിലാണ്. ഞാൻ പള്ളിയുടെ ഉള്ളിലൊന്നും കയറിയിട്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് വെച്ചിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ.